അതെ, ഈ ഓണസദ്യ രാത്രിയിലാക്കിയ കുഴപ്പമുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള അവസ്ഥ പ്രകാരം എന്തെങ്കിലും വിവാഹ വാർഷികമോ ബർത്ത്ഡേകളോ ഓണം ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ഷിഫ്റ്റ് ആയിരിക്കും. ഇന്ന് എനിക്ക് ഡേ ഷിഫ്റ്റും റോയ്സിന് നൈറ്റ് ഷിഫ്റ്റും. ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നാണ് ഈ ഫുഡൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുന്നത്. റോയ്സ് ഇതാ ഈ ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഞാൻ എല്ലാ കറിയൊന്നും ഇന്ന് വെച്ചതല്ല കേട്ടോ. ഇന്നലെയെ ഞാൻ ചെറുതായിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയിരുന്നു. സാമ്പാറും അവിയലും പുളിയിഞ്ചിയൊക്കെ ഞാൻ ഇന്നലെ വെച്ചു. പിന്നെ തോരനും പായസവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അതുകൊണ്ട് ഞങ്ങൾക്ക് സദ്യ കഴിക്കാൻ പറ്റി. ഞാൻ കമ്പനിയിൽ നിന്ന് വരുന്നത് 5 മണിക്കാണ്. ഏകദേശം ഒരു 5:20 5:30 ഞാൻ വീട്ടിലെത്തും. റോയ്സിന് ഇവിടുന്ന് പോകേണ്ടത് 7:30. റോയ്സ് എണീക്കുന്നത് 6:30. ഈ സമയം കൊണ്ട് വേണം ഇതെല്ലാം സെറ്റാക്കാൻ. ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ്. എന്തായാലും എങ്ങനെയെങ്കിലും തിരക്ക് പിടിച്ചിട്ടാണെങ്കിലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് രണ്ടുപേരുടെ ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എന്തോ ഒരു നല്ല സന്തോഷമാണ്. അടുത്ത വർഷം ആലോചിക്കുമ്പോഴും നമുക്ക് ഓണത്തെക്കുറിച്ചൊരു മെമ്മറി വേണമെങ്കിൽ ഈ ഓണത്തിന് എന്തെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കാരണം ഇങ്ങനത്തുള്ള വിശേഷ ദിവസങ്ങളൊന്നും വിട്ട് കളയാതെ ഞങ്ങൾ എന്തെങ്കിലും കുഞ്ഞിതായിട്ടെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അവിയൽ സാമ്പാറും തോരനും പുളിയിഞ്ചിയൊക്കെ ആയിട്ട് കുഞ്ഞു സദ്യയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഹൈലൈറ്റ് പായസമൊക്കെ ആയിരുന്നു. 2 കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കഴിച്ചിട്ട് ഇതാ റോയ്സ് വർക്കിന് പോവുക.